എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതുസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചപ്പാത്തിക്കും അതുപോലെ തന്നെ ചോറിനുമൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷ് തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഉലുവയില കൊണ്ടൊക്കെയുള്ള റെസിപ്പി കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഞാൻ അതിനായിട്ട് ഒരു 2 പിടി ഉലുവയില എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഉലുവയിലയെ അതെടുക്കുക. ഫ്രഷായിട്ടുള്ള ഉലുവയില മേടിക്കുക. ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ ശേഷം ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കുക. ഇപ്പം ഞാൻ ഉലുവയിലയെല്ലാം ചെറുതായി തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കാൻ തുടങ്ങാവുന്നതാണ്. ആദ്യം തന്നെ ഞാൻ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചു. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പച്ച കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതൊക്കെ എന്തുമാത്രം ആവശ്യമുണ്ട്, അതായത് എള്ളൊക്കെ നമുക്ക് കൂട്ടിയെടുക്കാം. കപ്പലണ്ടി അതുപോലെ 3-4 ടേബിൾ സ്പൂണൊക്കെ എടുക്കാം. അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3/4 ടേബിൾ സ്പൂൺ ഡാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാമ്പാറൊക്കെ തയ്യാറാക്കാൻ നേരം ഉപയോഗിക്കുന്ന ഡാലാണ്, മസൂർ ഡാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചന ഡാൽ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത്. കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ഒരു ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനോടൊപ്പം തന്നെ ഒരു 5-6 കാഷ്യൂനട്ടും കൂടെ, അതായത് കശുവണ്ടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഇപ്പം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അതെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇനി ഒരു സെയിം പാനിലേക്ക് തന്നെ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനിയും ഇതിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളിയാണ്. ഒരു 5-6 വെളുത്തുള്ളി നമുക്ക് എന്തുമാത്രം ഫ്ലേവർ വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത തന്നെ അതാണ്. വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവറും ഉലുവയിലയും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ വെളുത്തുള്ളി നമുക്ക് എന്തുമാത്രം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 4-5 വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത്രയും ഒന്ന് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉലുവയിലയും കൂടെ ചേർത്ത് നമുക്കൊന്ന് വാട്ടിയെടുക്കാവുന്നതാണ്. ആ ഉലുവയുടെ ഇലയെല്ലാം നല്ലതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് പാനിൽ നിന്ന് ഇതിനെ മാറ്റാവുന്നതാണ്. പാനിലേക്ക് ഞാൻ വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ 2 സവാള, പച്ചമുളക്, ഇഞ്ചി 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും കൂടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ വെളുത്തുള്ളി ഇഞ്ചി അരച്ചതിന് പകരം ചെറുതായി അരിഞ്ഞെടുത്ത ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നമുക്കിതിനെ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഈ ഒരു സവാള ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഞാൻ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ 1.5 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ മുളകും കൂടെ നമുക്ക് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എരിവ് മുളക് പൊടിയുടെയൊക്കെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. സവാളയൊക്കെ നന്നായിട്ട് വഴറ്റി ആ എണ്ണ തെളിഞ്ഞു വന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് അതുപോലെ തന്നെ കപ്പലണ്ടി എള്ള ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അത് നന്നായിട്ടൊന്ന് അരച്ച് എടുത്തതാണ് ഈ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെള്ളം ചേർത്ത് നല്ലതായി അരച്ച ശേഷം ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് വഴറ്റി എണ്ണ തെളിഞ്ഞ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഇപ്പം നമുക്ക് എന്തുമാത്രം ഗ്രേവി വേണം അതിനനുസരിച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കണം, ഇല്ലെങ്കിൽ ഉപ്പ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് ചെറുതീയിൽ വെച്ച് വേവിക്കുക. ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുന്ന ഈ ഒരു സമയത്ത് ആവശ്യമെങ്കിൽ ഇനി വെള്ളം ചേർത്ത് കൊടുക്കണേ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ കറി ഇരിക്കേണ്ടത്. അതിനനുസരിച്ച് വെള്ളം ഗ്രേവി നമുക്ക് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാം. ഞാനിപ്പം ഇങ്ങനെ ഈ എണ്ണ തെളിഞ്ഞു വന്ന സമയത്ത് ഇതിലേക്ക് നേരത്തെ നമ്മൾ വഴറ്റിയെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉലുവയില ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തു നല്ലതായി യോജിപ്പിച്ചെടുക്കാം.
ഇനിയും രണ്ട് ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ ഉലുവയിൽ ഉണങ്ങിയതുണ്ടല്ലോ കസൂരി മേത്തി, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടെ നമുക്കൊന്ന് വറുത്തെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊന്നേ നെയ്ക്കകത്തോ അല്ലെങ്കിൽ ബട്ടറിനകത്തോ അല്ലെങ്കിൽ എണ്ണയിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിന് മുകളിലേക്ക് കുറച്ച് വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുത്തു. നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കറിയാണ് ഉലുവയില കൊണ്ട് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ആ വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവറും ഉലുവയിലയും എല്ലാം കൂടെ ചേർത്തൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.